ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഈ മൂവ്മെന്റ് വളരെ രസകരവും പക്ഷേ വളരെ സീരിയസുമാണ്. നിങ്ങൾക്ക് രസമായിട്ട് തോന്നുകയും ചെയ്യും. അധികം സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് ശത്രുക്കളെ കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷെ നല്ല ബുദ്ധി ഉപയോഗിക്കണം. നമ്മൾ ശത്രുവിന്റെ മൂവ്മെന്റ് എപ്പോഴും ശത്രുവിന്റെ കണ്ണിലേക്ക് നോക്കണം. മുമ്പിൽ നിൽക്കുന്ന ആൾ എനിമിയാന്ന് വിചാരിക്കണം. ഇപ്പൊ നിങ്ങളിപ്പോ കുറച്ച് ദിവസം കൊണ്ട് നേരത്തെ പോലെയല്ല, കുറെ ബെറ്റർ ആയിട്ടുണ്ട്, താല്പര്യം കാണുന്നുണ്ട്. അപ്പൊ കൂടുതൽ മൂവ്മെന്റ് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് താല്പര്യം കൂടും. ഇന്നിപ്പോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ കുറച്ച് 2-3 മൂവ്മെന്റ് കഴിഞ്ഞു. ഇനി കാലിന്റെ കുറെ മൂവ്മെന്റ് എടുക്കാനുണ്ട്. കൈക്കും കാലിന് സ്പീഡാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. ഒരാൾ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്ത് പോകണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. രണ്ടാളും കൂട്ടുക. ഓടി വാ. ഇപ്പൊ നമ്മളെ അപ്രതീക്ഷിതമായിട്ട് ആൾക്കാർ നമ്മളെ കയറി പിടിക്കും. ഇപ്പോ അതുകൊണ്ടാ റിയനെ കയറി പിടിക്കുകയാണ്. ഇപ്പൊ രണ്ടാൾ ചങ്ങായിമാരാണ്, എന്തോ പറഞ്ഞ് തെറ്റിയതാണ്, ഉപദ്രവിക്കാണ്ട് പോകണം. ഈസി ആയിട്ട് അങ്ങ് കടന്നു പോയാൽ മതി. അപ്പൊ പിടിച്ചു കഴിയുമ്പോൾ എങ്ങനെ പോകാം എന്നുള്ളത് നോക്കുക. പിടിക്കും, പെട്ടെന്ന് കൈവിടാ, തിരിച്ചപ്പുറത്തേക്ക് പോവാം. നടന്നു പോകും, ഒന്നുകൊടുക്കും, 2 സ്റ്റെപ്പ് നോക്കണം, പെട്ടെന്ന് റിലീസിന് മാറിപ്പോയി. പിടിക്കും, നോക്കുക. 1 മിനിറ്റ് ശ്രദ്ധിക്കുക. നമ്മളെ ഈ കൈ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇപ്പുറത്തേക്ക് ഇടുക. ഫ്ലെക്സിബിലിറ്റി വേണം ബോഡിക്ക്, മെയ്വഴക്കം വേണം. നല്ലോണം ബെൻഡ് ചെയ്യുക, കൂളായിട്ട് അങ്ങോട്ട് കടന്നു പോകാം സ്പീഡിൽ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിനെ നമ്മൾ ഉപദ്രവിക്കുന്നില്ല, അവിടെ നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പരമാവധി നമ്മുടെ സംഘർഷത്തിൽ നിൽക്കാതെ ഒഴിഞ്ഞു പോവുക. വളരെ ഫാസ്റ്റായി. റെഡി സ്റ്റാർട്ട്. കാലെടുത്ത് അപ്പുറത്തേക്ക് വെക്കാം. വേണ്ട, കൂളായിട്ട് ഒഴിഞ്ഞു പോയി. ഇനി വാ, ഓടി കൊടുക്കാം. ഇനി ചങ്ങാതി ഇവളെക്കാണ് ഭയങ്കര ആരോഗ്യമുള്ള ആളാണ്, ഡബിൾ വെയിറ്റ് ഉണ്ട്, റിലീസ് ഞാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ അങ്ങനെ കൂടാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ചെറിയൊരു പ്രകാരം ഇവിടെ ഏൽപ്പിക്കുന്നത്. ഈ കൈ വളരെ ഫാസ്റ്റായിട്ട് എടുത്തതിന് ഒരു അടിയോട് കൂടി അപ്പുറത്തേക്ക് ബെൻഡ് ചെയ്ത് കടന്നു പോകുമ്പോൾ ഇവിടെ അടി കിട്ടുമ്പോൾ എന്തായാലും ഈ പിടുത്തം ലൂസാവും. കൈ ബേസ് ലെവലിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഈ പിടുത്തം ലൂസായി. അപ്പൊ നമുക്ക് കൂളായിട്ട് പോവാം. എത്ര ശക്തി ഉപയോഗിക്കണം എന്നുള്ളത് ആ പിടുത്തത്തിനനുസരിച്ചിട്ടാണ്. അവരുടെ പവറിനെ പിടിച്ചെങ്കിൽ നമ്മൾ ശക്തിയിൽ അടിക്കേണ്ടി വരും. അപ്പൊ ഈ ചെവിക്കലിന് അടി കിട്ടി എന്തായാലും ഒരു ടൈപ്പ് ഒരു പിടുത്തം ലൂസാവും. അപ്പൊ കൂളായിട്ട് ഇങ്ങോട്ട് കടന്നു പോവാം. നോക്കാം, വീശി അടിച്ച് കടന്നു വരും. റെഡി സ്റ്റാർട്ട്. കാല് കറക്കി അടിക്കാൻ മറന്നുപോയി. ഈ കാല് കറക്കി അടിക്കാൻ എടുക്കാൻ വേണ്ടി മറന്നു പോയത്. അതാ കൈ കറക്കി അടിക്കുന്നതാണ്. ഈ അടി കൊള്ളുമ്പോൾ തന്നെ അവിടെ കണ്ണിക്കൂടെ പൊന്നിക്ക പറക്കും. ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അല്ലേ തന്നെ ഈ ചിലപ്പോൾ ഈ കൈ പൊക്കും. ഈ കൈ പൊക്കുമ്പോൾ എന്താവും? ഇത് ലൂസാവും. അല്ലെ ഇവിടെ ലൂസായി ഈ കൈ കൊണ്ട് പിടിക്കാൻ നോക്കും. അപ്പൊ ഒരൊറ്റ അടി ഉണ്ടാക്കും. ഇങ്ങനെ എടുക്കാൻ വിടുക. ഈ കാലിൽ അങ്ങോട്ട് എടുത്തോളാം. നേരെ ക്രോസ് ആയിട്ട് കാലിപ്പുറത്തേക്ക് എടുത്തോളാം. എല്ലാവർക്കും മനസ്സിലായത്? ഇനി ഒന്നും നോക്കില്ല. ഇതിനും അടങ്ങുന്നില്ല, ഭയങ്കര ശക്തിയുള്ള ആളാണ്, ഇങ്ങനെയും പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിവിടെ ടൈറ്റ് ആയിട്ട് പിടിക്കുക, തിരിച്ചു പിടിക്കുക. നമ്മളെ പിടിച്ചു, നമ്മളും പിടിച്ചു. എന്നതിന് ശേഷം എന്ത് ചെയ്യണം? ഈ കാല് ക്രോസ് ആയിട്ട് വെക്കുക. ഇതുണ്ടാ അവിടെന്നോ ഇതുണ്ടാ മേത്തക്ക് ഉണ്ടാ നോക്കുക. ജസ്റ്റ് പൊട്ടിക്കാൻ പറ്റും. ഈ കൈ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും, ഇങ്ങനെയാണെങ്കിൽ പൊട്ടില്ല. അപ്പൊ ഈ കൈ എന്ത് ആക്കണം? ഷോൾഡറിൽ കയറ്റണം. ഇതുണ്ടാ ഷോൾഡറിൽ കയറ്റാൻ ഒരൊറ്റ അടി പൊട്ടി. അപ്പൊ ഇത് 3 മെത്തേഡായി. ഇത് 4ാമത്തെ പിടിക്കും. 4ാമത്തെ മെത്തേഡ് ഇതാണ്, നേരത്തെ എടുത്ത പോലെ തന്നെ. അപ്പൊ ഒരു ലോക്കിന് 4-5 റിലീസ് ഉണ്ടാവും. ഈ ലോക്കൊന്നും എല്ലായിടത്തും നടക്കൂല. ഭയങ്കര ആരെങ്കിലും എടുത്ത് നമുക്ക് പോയി ലോക്ക് ചെയ്യാൻ നടക്കൂല. അപ്പൊ അവനെ ആദ്യം തളർത്തേണ്ടി വരും, ഫൈറ്റ് തളർത്തേണ്ടി വരും. ഇതിലൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് 5ാമത്തത്, 4ാമത്തത് നോക്കുക. ഇതെന്നെ കൈ എടുത്തോണ്ടാണ് ഉണ്ടാ. അതായത് കൈ ഇങ്ങനെ എടുത്തു, അവിടെ നിന്ന് പതറി. അപ്പൊ ഈ 2 കൈ പോകുന്നുണ്ടാ, അവിടെ ശക്തമായിട്ട് ഇങ്ങനെ പിടിച്ചു. മനസ്സിലായ? ഇങ്ങനെ മറിഞ്ഞു നിൽക്കുമ്പോൾ നേരത്തെ പഠിപ്പിക്കുന്ന പോലെ ഈ ഭാഗത്തേക്ക് നല്ല പവറിൽ മുട്ടി കയറ്റി കൊടുക്കുക. അപ്പൊ ഇത്രയും നാളെ പ്രാക്ടീസ് ചെയ്യണം. ഇന്നത്തെ ഒരു ലോക്കും അല്ലെങ്കിൽ ഒരു പിടിച്ചും 4 റിലീസും ഇത് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് കയറി പോകാം. ഓക്കെ, എല്ലാവരും കൈ ഫ്രണ്ടിൽ പിടിക്കുക. ഓണോട്ട് തട്ട ആൾത്തേക്ക് നല്ല പവർ, നല്ല പവർ തട്ട. തട്ടി തെറിപ്പിച്ചോളാം. നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു കൈ അവിടെ നിൽക്കാൻ പാടില്ല, തട്ടി തെറിപ്പിക്കണം. ഇപ്പൊ ഈ ലെവലിലേക്ക് വന്നു കൈ കേട്ടോ. ഈ ലെവലിലേക്ക് എന്റെ കൈ വന്നു തട്ടി കണ്ടാ. ഒരു കൈ നമ്മുടെ ഫേസിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ അപ്പർ ബോഡിയുടെ മുകളിലേക്ക് ഒരു കൈ, ഒരുത്തിന്റെ കൈ വരാൻ പാടില്ല. പ്രത്യേകിച്ച് എമ്മപ്പയുടെ കുട്ടികളുടെ അടുത്ത് ആരും കളിക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ വരുമ്പോഴേ തട്ടിയോ കൈ തന്നെ പോവും. പവറിൽ തട്ടിയ അതിനാണ് ഇത് പഠിപ്പിക്കേണ്ടത്. 1 2 1 2 നല്ല പവറിൽ എടുക്കണം. ഇതാണ് എന്റെ സ്റ്റൈല്. ഇത്രയും കവർ ചെയ്ത് വരണം. ഈ കൈ എടുക്കുമ്പോൾ ഇത്രയും പോകണം. ഇനി താഴോട്ടാണ് സൈഡ് താത്തിട്ടാ പിടിച്ച കൈ വരുന്ന അല്ലെ കാല് വരുന്നെങ്കിൽ താഴോട്ട് നിൽക്കണ്ടോ. ഇതും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം.
ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.